ട്രാക്ക് എന്ന സംഘടനയുടെ 2024 ആശ്രയം പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനത്തിൻ്റെയും അതുപോലെ തന്നെ ആദരിക്കൽ ചടങ്ങിൻ്റെയും വേദിയിലാണ് നമ്മളുള്ളത്. ആശ്രയം 2024 പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട നൗഷാദ് MLA ആണ്. മാത്രമല്ല വാഹനാപകടങ്ങളിൽപ്പെട്ട് നിരാലംബരായ ഒരുപാട് പേർക്ക് കൈത്താങ് എന്ന പേരിൽ ധനസഹായവും അതുപോലെ തന്നെ ഓണക്കിറ്റ് വിതരണവും ഈ ചടങ്ങിൽ നടത്തി. ഇന്നിപ്പോൾ നാം ഇവിടെ ഒത്തുകൂടിയത് തന്നെ വളരെ വലിയ ഒരു പ്രവർത്തനത്തിൻ്റെ തുടക്കം കുറിക്കുക എന്നുള്ളത്. അത് തികച്ചും BPLകാരായിട്ടുള്ള ആൾക്കാർക്ക് തികച്ചും സൗജന്യമായിട്ട് സേവനം നടത്തി വരികയാണ്. അങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നേറുകയാണ് ട്രാക്ക് എന്ന് പറയുന്നത്. ഈ പുറത്ത് നമ്മൾ കാണും ഹോം കെയർ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ടീം ഞങ്ങളുടെ ആത്യന്തികമായ ഒരു ലക്ഷ്യത്തിന് തുടക്കം കുറിക്കുകയാണ്. റോഡ് അപകടങ്ങളിലും പരിക്ക് പറ്റി വീട്ടിടങ്ങളിൽ 4 ചുവരുകൾക്കുള്ളിൽ കഴിയുന്ന ഓരോ വ്യക്തിക്കും അവരുടെ വീടുകളിലെത്തി അവർക്ക് ആവശ്യമായ ചികിത്സകൾ നടത്തുക എന്നുള്ളതും ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടും. അതിൻ്റെ തുടക്കമെന്ന നിലയിലാണ് പുറത്ത് ഡോക്ടേഴ്സ് അവരവരുടെ ഓരോരുത്തരുടെയും പരിശോധന നടത്തി കുറിപ്പുകൾ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെ സമൂഹത്തിലുള്ള ഓരോ വിഷയത്തിലും കടന്നു ചെന്ന് ട്രാക്കിൻ്റേതായ കയ്യൊപ്പ് ചാർത്തി ട്രാക്കിൻ്റെ പ്രവർത്തനം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഘടനകളുടെ ഒക്കെ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ്, പരിശ്രമത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്ന് കാണുന്ന ഈ കേരളം രൂപപ്പെട്ടത്. പ്രിയമുള്ളവരെ, നമുക്ക് അവശതകളുണ്ടെങ്കിലും നമ്മളെ തങ്ങളാൽ കഴിയുന്ന തരത്തിൽ സഹായിക്കാൻ മനസ്സുള്ളവർ നമുക്ക് ചുറ്റിനുമുള്ളത് നമുക്കൊരു ആശ്വാസം തന്നെയാണ്. അപ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ളവരെ സമൂഹത്തിൽ ഈ തരത്തിൽ ദുരിതമനുഭവിക്കുന്ന, വാഹന അപകടങ്ങളാൽ ദുരിതമനുഭവിക്കുന്ന ഇങ്ങനെ ഉള്ളവർ സൃഷ്ടിക്കപ്പെടരുത് എന്നാഗ്രഹമുള്ളത് കൊണ്ടാണ് ട്രാക്ക് രാത്രി ഉറക്കമൊഴിഞ്ഞിരുന്ന് ചുക്കുകാപ്പി കൊടുക്കുന്നത്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, ഓരോരുത്തരും അനുഭവിക്കുന്ന വേദനകൾ, അതുവഴി ഒരു കുടുംബത്തിനുണ്ടാകുന്ന തകർച്ചകൾ, ഇതെല്ലാം മനസ്സിലാക്കി അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ട്രാക്ക് എന്ന സംഘടന അവരുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള ആശ്രയം 2024 എന്ന് നാമകരണം ചെയ്തിട്ടുള്ള ഈ ഓണാഘോഷവും അതിനോടൊപ്പം തന്നെ നടത്തിയിട്ടുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ചിത്രരചന മത്സരം ഉൾപ്പെടെ ഇവർ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം സമ്മാനദാനവും കൂടി നിർവഹിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഓണാഘോഷ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനോടൊപ്പം ഈ ആദരവ് നേടിയവർക്ക് ട്രാക്കിൻ്റെ ആദരവ് കൊടുക്കുന്നതിനോടൊപ്പം വ്യക്തിപരമായ അഭിനന്ദനം കൂടി അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഹൈദരാബാദിലെ സെൻട്രൽ ഡിറ്റക്റ്റീവ് ട്രെയിനിങ് സ്കൂളിൽ നിന്നും അന്വേഷണ കോഴ്സിലെ റാങ്ക് ജേതാവ്, ശ്രീലങ്കൻ അഭയാർത്ഥി കേസ്, രഞ്ജിത്ത് ജോൺസൺ കേസ്, വാഗമണിലെ ജീവൻ കൊണ്ട് കുഴിച്ചുകൂടി കൊലപ്പെടുത്തിയ സാമൂഹ്യ കേസ്, നമ്മുടെ ഈ അടുത്ത സമയത്തുള്ള ഒഴിവുകളിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസ് തുടങ്ങിയവരെല്ലാം സാറിന്റെ മികവാർന്ന ആ ഒരു അന്വേഷണ മികവ് നമ്മൾ കണ്ടതാണ്. തീർച്ചയായും വളരെ സന്തോഷം.
സുഷമ. എല്ലാം ലേഡീസിനെ ഉള്ളല്ലേ, സമ്മാനമല്ല. സുഷമ. 4000-ലധികം ആളുകൾ കേരളത്തിൽ ഒരു വർഷം വാഹനാപകടത്തിൽ മരണപ്പെടുത്തുമെന്നുള്ളതാണ് വസ്തുത. അതുപോലെ തന്നെ ഏകദേശം 1,00,000 ആളുകൾ പരിക്ക് പറ്റി ചികിത്സയിലോ മരിച്ചവരെ പോലെയോ കഴിയേണ്ടി വരുന്നു. നമുക്കറിയാം, ഇവിടെ വന്നിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. ഒരുപക്ഷെ ഈ പരിക്ക് പറ്റിയ ആളുകളുടെ കുഴപ്പം കൊണ്ടായിരിക്കത്തില്ല ഈ അപകടങ്ങളൊന്നും ഉണ്ടായത്. നമ്മളൊക്കെ വാഹനം ഓടിക്കുന്നവരോ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരോ റോഡിൽ കൂടി സഞ്ചരിക്കുന്നവരോ ഒക്കെയാണ്. ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത് പലപ്പോഴും നന്നായി വണ്ടി ഓടിക്കുന്നവരുടെ കുഴപ്പം കൊണ്ടായിരിക്കില്ല. വളരെ ഉദാസീനമായി യാതൊരു ശ്രദ്ധയുമില്ലാതെ ഇടതുകൂടെയും വലതുകൂടെയും ഒക്കെ വണ്ടി ഓടിച്ച് അപകടങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷേ അപകടം ഉണ്ടാക്കുന്ന ആളുകൾ അതൊന്നും പോലീസിൻ്റെയോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽപ്പെടാതെ അവർ രക്ഷപ്പെട്ടു പോകും. പക്ഷേ പലപ്പോഴും വളരെ ശ്രദ്ധിച്ച് ഓടിക്കുന്നവരായിരിക്കും പ്രതിയാകുന്നത്. എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും നമുക്കറിയാം. ഈ അപകടത്തിൽപ്പെടുന്ന ആളുകളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും പൊതുജനങ്ങൾ പലപ്പോഴും